ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷും കൺമണിയും കൂടി ഓഫീസിൽ തന്നെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അവർ ഒരുപാട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് പറയുന്നുണ്ട്, ആൻറ്റിയമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്താ ആൻറ്റിയമ്മ വിളിക്കുന്നത്, അതിൻ്റെ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ആൻറ്റിയമ്മ എന്നെ തല്ലി എനിക്ക് പിന്നെ ഇനി ആൻറ്റിയമ്മ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഫോൺ ചെയ്താലും ഞാൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൺമണിയോട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല സർ, സർ ഫോൺ എടുക്കുമെന്ന് പറയുന്നു. ഇല്ല ഞാൻ എടുക്കില്ല. കൺമണി നിനക്കറിയോ, ആൻറ്റിയമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി ആൻറ്റിയമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും. അടിച്ചാലും ഞാൻ കൊള്ളും. കാരണം എനിക്ക് ആൻറ്റിയമ്മേനെ എന്നെ ഒരുപാട് നോക്കിയതാണെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നെ എന്തിനാ സാറിനെ തല്ലിയതെന്ന് പറയുമ്പോൾ അത് മാനസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മാനസയാണെങ്കിലോ എന്നോട് വശീകരിക്കാനായിട്ട് വന്നു. അവൾ ഒരുപാട് ഉരുമ്പിട്ട് ഇറങ്ങി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാണിച്ചു കൂട്ടി. അത് ആൻറ്റിയമ്മ പറഞ്ഞിട്ടാണ് ചെയ്തത്, അതെനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. വിശ്വാമിത്രനെ ഇളക്കുന്ന മേനകയൊക്കെ പോലെ തന്നെയാണ് അവൾ കാണിച്ചു കൂട്ടിയത്. ഓഹോ, എന്നിട്ടിപ്പോൾ ഇളകിയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ക്രഷ് പറയുന്നുണ്ട്, ആ ചെറുതായിട്ടൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടാകുമ്പോൾ ഇനി വേറൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേനും അതെന്താ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനൊന്നും കുഴപ്പമില്ലല്ലോ, അവൾ അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, ഇനി ആരുടെയും മുഖത്ത് നോക്കിയാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നു. നിന്നെ ഞാൻ കൊല്ലും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അങ്ങനെ കൺമണിയാണെങ്കിലും കൊല്ലിയിൽ അമർത്താനൊക്കെ ശ്രമിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അയ്യോ ഞാൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും സാർ, സാറിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ എന്തായാലും കൺമണി ഒരു കാര്യം ചെയ്തു, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൺമണി, നീ നീ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. മാനസ എന്നോട് അങ്ങനെ ചെയ്തു, പക്ഷേ എനിക്കറിയാലോ എനിക്ക് എൻ്റെ കൺമണിയെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സ്നേഹത്തോടു കൂടി ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് മാനസയാണ്. മാനസയെ നമ്മുടെ വരുണ് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതായത് കൃഷി എവിടേക്കാണ് പോയത് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൃഷി ആണെങ്കിലോ ആ കൺമണിയും കൂടി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്, അവരൊരു സിനിമയിൽ കാണിക്കുന്ന ഒരു സീൻ പോലെയൊക്കെ അവിടെ എൻ്റെ വിവാഹത്തിന് കാണിച്ചു കൂട്ടി. എന്നിട്ട് അവനെ ജയിലിൽ കൊണ്ടുപോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനസിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണനെയും എനിക്ക് കൺമണിയും കിട്ടും, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ മാനസിക്ക് അങ്ങനെ ദേഷ്യം വരുന്നു. അങ്ങനെ ആൻറ്റിയമ്മയെന്ന് വിളിച്ചിട്ട് ഉറക്ക ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് പറ്റി മാനസാന്ന് പറഞ്ഞിട്ട് ഓരോ ഓടി വരുന്നുണ്ട്. എനിക്കിവിടെ ഇനി നിൽക്കണ്ട അമ്മേ, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് മനസ്സ് പറയുന്നുണ്ട്. എന്ത് പറ്റി മോളെ, ഇനി കൃഷിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല. കൃഷി ആ കൺമണിക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അവളെ കല്യാണത്തിൻ്റെ ദിവസം ഇറക്കി കൊണ്ടുവരും. വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതായത് ആൻറ്റിയമ്മയും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോഴത്തേന് ഹേമ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല ആൻറ്റിയമ്മേ, ഞങ്ങൾ പോവാണെന്ന് പറയുന്നു. അമ്മ വാ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ആൻറ്റിയമ്മ അവരെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് അവനെ വിട്ടിട്ട് പോകാൻ സാധിക്കുമോ മാനസി എന്ന് പറയുന്നു. നീ എന്തിനാണ് തോറ്റ് പിന്മാറേണ്ടത്, ആ കൺമണിയല്ലേ, അവനെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ് അവളെ, അല്ലാതെ നിന്നെയാണ് അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. നിൻ്റെ കഴുത്തിലാണ് അവൻ്റെ താലി വന്ന് വീഴേണ്ടത്. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോകരുത്. അങ്ങനെ തോറ്റ് പിന്മാറാനാണെങ്കിൽ ഇത്രയും ചെയ്തിട്ട് എന്താ കാര്യം, ലാസ്റ്റ് വന്നിട്ട് കാലം ഉടയ്ക്കുന്ന രീതിയിലാക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇനി അനിയൻകുട്ടനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ അനിയൻകുട്ടനെ വിളിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും മനസ്സ് തടുക്കുമെന്ന് ആൻറ്റിയമ്മയ്ക്ക് അറിയാം. അതിനുശേഷം എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ആൻറ്റിയമ്മ ആരെയും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനെന്തിനാ തോറ്റ് പിന്മാറേണ്ടത്, എന്തായാലും കൃഷിനെ എനിക്ക് തന്നെ വേണം, അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, വേണ്ട മോളെ, നമുക്ക് ആ ബന്ധം വേണ്ട, നമുക്ക് പോവാം, തിരിച്ചു പോകാമെന്ന് പറയുന്നു. അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞു കൊടുക്കുന്നതിന് ശേഷം പിന്നീട് കൺമണിയായിട്ടോ കാണിക്കുന്നത്. കൺമണിയും കൃഷിയും കൂടിയും സർ രാത്രിയായല്ലോ കിടക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാട്ടോ ചെയ്യുന്നത്. കൺമണി എന്ത് ചെയ്യും, കൺമണി സോഫയിൽ കിടക്കൂ, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുന്നു. അത് വേണ്ട സർ, സർ സോഫയിൽ കിടന്നോളൂ, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറയുന്നു. അതെന്താ കൺമണി അങ്ങനെ പറയുന്നത്, നമുക്ക് ഒരുമിച്ച് ഇവിടെ തന്നെ കിടക്കാമല്ലോ, ഒരുമയുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ കിടക്കാമെന്നാണല്ലോ, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ കിടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, എന്നാലും സാർ ഇവിടെ തന്നെ കിടന്നോ, ഞാൻ എൻ്റെ പാട് നോക്കി കിടന്നോളാം എന്ന് പറയുന്നു.
അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്താ കൺമണി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ ദുരുദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും അത് എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ ശ്രീനിവാസിൻ്റെ മകളാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു ഉമ്മയെങ്കിലും തരണം എന്ന് പറയുമ്പോഴത്തേനും അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്ന സമയത്ത് അവിടെയൊന്നുമല്ല എനിക്ക് വേണ്ടത്, വേണ്ട സ്ഥലം വേറെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ദുരുദ്ദേശമൊക്കെ അവന് മനസ്സിലായി. എന്നാലും മര്യാദയ്ക്ക് ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് സാർ എന്ന് പറയുന്നു. പെട്ടെന്ന് മഹിയുടെ കോൾ വരുന്നു. ഓ, മഹിയാണ് വിളിക്കുന്നത്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. മാറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ മഹി പറയുന്നുണ്ട്, കൃഷി നീ എവിടെയാണ് ചോദിക്കുന്നു. ഞാൻ ഗസ്റ്റ് റൂമിലുണ്ടെന്ന് പറയുന്നു. നീ എന്ത് പണിയാണ് കാണിച്ചത്? കൺമണി ഉണ്ടോ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, കൺമണിയുണ്ട്, അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടടാ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നാളെ അവളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നു. നല്ല കാര്യമായി. ഇപ്പോൾ ഒരു ആറ്റം വിട്ടിരിക്കുകയാണ് മാനസ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ നീ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മാനസ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിൻ്റെ കല്യാണം മുടക്കിയതും അതുപോലെ നീ ജയിലിലേക്ക് പോയതും എല്ലാ കാര്യങ്ങളും ആ വരുണെല്ലാം വിളിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവൾ ചിലപ്പോൾ ഏത് ഉദ്ദേശത്തിലാണ് നിൽക്കണമെന്ന് നമുക്കറിയില്ല. കൃഷിയെ നീ സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്താടാ ചെയ്യുക? പിന്നെ കൺമണിയെ ഉപേക്ഷിക്കാനും സാധിക്കില്ലല്ലോ. എനിക്ക് അവളെ കൊണ്ടുപോകണം. നല്ല സ്ഥലത്തേക്കാണ് നീ കൊണ്ടുപോകുന്നത്. നീ അവളെയും കൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോകാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പക്ഷേ നീ വരുത്തി വെച്ചതല്ല, നീ തന്നെ അനുഭവിക്കുക പറഞ്ഞിട്ട് മഹി ഫോൺ കട്ട് ചെയ്യുന്നു. തിരിച്ച് വരുന്ന സമയത്ത് തന്നെ കൺമണി ഉറങ്ങുക കേട്ടോ ചെയ്യുന്നത്. നീ നന്നായി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് തലോടിയിട്ട് കൃഷും കൺമണിയുടെ കൂടെ കിടന്നുറങ്ങുന്നു. പിന്നെ അമ്മായിമാരായിട്ടോ കാണിക്കുന്ന അമ്മായിമാരാണെങ്കിൽ രണ്ടും കെട്ട അവസ്ഥയിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുണിൻ്റെ കാല് പോയി പിടിക്കേണ്ടി വരുമോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ധനലക്ഷ്മി പറയുന്നുണ്ട്, അവൻ്റെ കാല് പിടിക്കേണ്ടി വരും. ചവിട്ടി പുറത്താക്കിയിട്ടില്ലെങ്കിൽ കാണാം. ആ കൺമണി വീട് വിട്ട് ഇറങ്ങിയില്ല, അവൾ എവിടെയാണെന്നുള്ള അന്വേഷിക്കണം. നാളെ നിങ്ങൾ എന്തായാലും അലിഗയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കൺമണി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരാം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അന്വേഷിക്കണം. എന്തിനാ അവളുടെ ഉദ്ദേശം? അവളല്ലേ ഇവിടെ നിന്ന് വിട്ടു പോയപ്പോൾ വിളിച്ചിട്ടാണ് പോയത്. ഈ വീടും സ്ഥലമൊക്കെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ. ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ വരുണിൻ്റെ കാല് പോയി പിടിക്കാൻ പറയണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറയണം. നമുക്കും അത് തന്നെയാണ് വേണ്ടത്, വേറൊന്നുമല്ല. നമ്മുടെ ഈ വീടും സ്ഥലവും എവിടേക്കും പോകാനായിട്ട് പാടില്ലല്ലോ. നിങ്ങളും കൂടി സഹകരിച്ചാലാണ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ നടക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ കൂടണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ നോക്കട്ടെ എന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയാട്ടോ. രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കൺമണി എണീക്കുന്നുണ്ട്. സാർ രാവിലെ ആയി, സാർ എണീക്കെന്ന് പറയുന്നു. അങ്ങനെ എണീക്കുന്ന സമയത്ത് തന്നെയാണ് മഹി ഫോൺ ചെയ്യുന്നത് കേട്ടോ. കൃഷ്ണ നീ എവിടെയാടാന്ന് പറയുന്നുണ്ട്. നീ എന്താ കാണിച്ചത്? പിന്നെ മാനസ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ വന്നിട്ടുള്ളത്. പക്ഷേ നീ ഇവിടുന്ന് രാവിലെ പുറപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് അലിഗയിൽ നിന്ന് നിങ്ങൾ മാറുകയായിരിക്കും നല്ലത്. പിന്നെ അലിഗ കമ്പനിയിലെ ഏത് ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ പോകരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മാനസെത്തും, അതാകെ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താ കൃഷി നീ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഓരോന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നടക്കുന്ന നടപടിയല്ല. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് തന്നെ നീ നിൻ്റെ പാട് നോക്കി പോയേ എന്ന രീതിയിലൊക്കെ മഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫോൺ വെച്ച് ഇനി നീ കുഴിച്ച കുഴി തന്നെ നീ വീണു എന്ന് കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു കേൾക്ക്, അരികിൽ നിന്ന് പെട്ടെന്ന് മാറിക്കോ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയും കൃഷ്ണനോട് സംസാരിക്കുന്നു. കൺമണി വേഗം റെഡിയാവും. കൺമണിക്ക് ഇവിടെ വന്നപ്പോൾ ആരൊക്കെയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ ഹരിസാറും അതുപോലെ സെക്യൂരിറ്റിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പറയുമ്പോൾ അവരെ ഞാൻ ലോക്ക് ചെയ്തോളാം. എന്തായാലും കൺമണി പെട്ടെന്ന് റെഡിയാവും, നമുക്കൊരിടം വരെ പോവാം എന്ന് പറഞ്ഞിട്ട് കൺമണി റെഡിയാക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടിരുന്ന എപ്പിസോഡ് വിശേഷം കഴിയുന്ന നാളെ പ്രമോ ആയിട്ട് നമുക്ക്